ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഡോക്ടർ ഷ്യാമയുടെ നിർബന്ധത്തിന് വഴങ്ങുകയാണ്. ആംബുലൻസും നഴ്സിനെയും ഒക്കെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും അറേഞ്ച് ചെയ്യാം. അപ്പുവിനെ അത്രയ്ക്കും കെയർ ചെയ്യണം. ഇതിനൊക്കെ അഖിലും ഷ്യാമയും സമ്മതിക്കുമ്പോൾ ഡോക്ടറും അപ്പുവിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കുകയാണ്. തുടർന്ന് അപ്പുവിൻ്റെ അടുത്ത് വന്ന് അഖിലും ഷ്യാമയും ഈ കാര്യം പറയുമ്പോൾ അപ്പു പറയുകയാണ്, എൻ്റെ ഒപ്പം ശ്രീകുട്ടിയും വേണം. മോനെ, അതെങ്ങനെ നടക്കുമെന്ന് അഖില് ചോദിക്കുമ്പോൾ അപ്പു പറയുകയാണ്, അപ്പുവിന് നാളെ ഓപ്പറേഷൻ ആണെന്നും ശ്രീകുട്ടിയെ കാണണമെന്നും ചേച്ചി വസുന്ധരാമയോട് പറഞ്ഞ വസുന്ധരാമ എന്താണെങ്കിലും സമ്മതിക്കും. ശരി മോനെ, ചേച്ചി എന്താണെങ്കിലും ശ്രീകുട്ടിയെ കൊണ്ടുവരാമെന്ന് അപ്പുവിന് വാക്ക് നൽകുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ മനസ്സിൽ പറയുകയാണ്, അപ്പുവിന് വാക്ക് കൊടുത്തു, പക്ഷെ അതെങ്ങനെ നടത്തുമെന്ന് എനിക്കറിയില്ല എൻ്റെ കണ്ണ. പിന്നീട് കാണിക്കുന്നത് വിസ്മയയാണ്. റിയാലിറ്റി ഷോയുടെ വേദിയിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിസ്മയ. അതേസമയം അരുന്ധതി അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, മോളെ, എന്താണെങ്കിലും അരുതാത്തതെല്ലാം സംഭവിച്ചു. ഇതെല്ലാം എൻ്റെയും മോളുടെയും വിധിയാണ്. എനിക്കറിയാം മോള് ആ ഓഡിയൻസിനെ പേടിച്ചിട്ടാ ശ്യാമയ്ക്ക് 10 മാർക്ക് നൽകിയതെന്ന്. പക്ഷേ അതവളെ ഏറ്റവും വലിയ വിജയാക്കി. ഒടുവിൽ ആ അഖിലും ആ ജികെയും ചേർന്ന് നമ്മളെ അങ്ങ് പൊളിച്ചു കളഞ്ഞില്ലേ. ആ ഓഡിയൻസിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി നമ്മളെ ചതച്ച് ചമ്മന്തിയാക്കിയേനെ. പാട്ടും അഭിമാനവും എല്ലാം പോയി. ആ ജികെയെ മാറ്റി നിന്നെ ജഡ്ജാക്കിയത് ആ വസുന്ധരയായിരുന്നു. ആ വസുന്ധരയോട് ഇനി നമ്മൾ എന്ത് മറുപടിയാ പറയുക എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ വരികയാണ് വസുന്ധര. വസുന്ധരയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയയും. വേണ്ട, ഇനി ആരുടെ മറുപടി എനിക്ക് കേൾക്കണ്ട. ഇവളൊരൊറ്റൊരുത്തിയാണ് എല്ലാം തകർത്ത് കളഞ്ഞത്. ശ്യാമ ഇന്ന് സ്റ്റാറായി. വലിയ പാട്ടുകാരി വിസ്മയെയും വിസ്മയയുടെ അമ്മയും നാട്ടുകാരെല്ലാം ചേർന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്തു. ഞാൻ കരുതിയത് ആ ഓട്ടത്തില് അമ്മയും മകളും കൂടി ഏതെങ്കിലും കടലിൽ ചാടി ചത്ത് കാണുമെന്നാ. കുറച്ചെങ്കിലും അഭിമാനം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ അതായിരുന്നു ചെയ്യേണ്ടത്. ഇങ്ങനെ നാണം കെട്ട് ജീവിച്ചിരുന്നിട്ട് തന്നെ അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അരുന്ധതി പറയുകയാണ്, പ്ലീസ് വസുന്ധര, അല്ലെങ്കിലേ എൻ്റെ മകളാകെ തകർന്നിരിക്കുകയാണ്. അപ്പോ പറയുന്നതാണല്ലേ തെറ്റ്. അന്ന് എൻ്റെ വീട്ടിലെ ഫംഗ്ഷന് നിങ്ങൾ അമ്മയും മകളും കൂടി എന്താ ചെയ്തത്? ആ ദേവകിയെ മനഃപൂർവ്വം സ്വർണ്ണമോഷണത്തിന് ജയിലിലാക്കിയിട്ട് ശ്യാമയെ കൊണ്ട് പാടിച്ചു. അതും പോരാഞ്ഞ് ശ്യാമയെ തന്നെ കുറ്റക്കാരാക്കി എൻ്റെയും മറ്റുള്ളവരുടെ മുമ്പിൽ വമ്പൻ പ്രകടനവും. എല്ലാം ഞങ്ങളുടെ തെറ്റാ. ഇപ്പോ ആരെയും പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് അരുന്ധതി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഏത് സമയത്താണ് ആളുകൾ വന്ന് ഞങ്ങളെ ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ലെന്ന് അരുന്ധതി പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, നിങ്ങളെ ആക്രമിക്കുകയല്ല വേണ്ടത്, തല്ലിക്കൊല്ലണം. നിങ്ങൾ കാരണമാണ് ശ്യാമ ഇപ്പോൾ ഉയരങ്ങളിലെത്തിയത്. ഇനി എൻ്റെ അഗിയെ എനിക്ക് തിരിച്ചു കിട്ടുമോ? എല്ലാം ഇവളൊരൊറ്റൊരുത്തി വിസ്മയ കാരണമാ. പാടാൻ അറിയില്ലെന്നുള്ളത് പോട്ടെ, തലയ്ക്കകത്ത് അല്പമെങ്കിലും ഇവൾക്ക് ബുദ്ധിയുണ്ടോ? ശ്യാമയ്ക്ക് 10 മാർക്ക് നൽകിയിരിക്കുന്നു. ഇവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാ എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കേട്ട് വിസ്മയ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ കാണുന്ന അരുന്ധതി പറയുകയാണ്, ഇങ്ങനെ ആക്ഷേപിക്കുന്നതിൽ നല്ലത് വസുന്ധര ഞങ്ങളുടെ രണ്ടുപേരുടെയും കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ല്. ആർക്കും വേണ്ടാത്ത നിന്നെയും ഇവളെയുമൊക്കെ കൊന്നിട്ട് ഞാനെന്തിനാ ജയിലിൽ പോകുന്നത്? ഞാനത് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നിങ്ങളെ വിഡ്ഢികളാക്കിയ കുറെ പേരുണ്ടല്ലോ, അവരെല്ലാവരും ചേർന്ന് നിങ്ങളെ അങ്ങ് കൊന്നോളൂ. അത് താമസിയാതെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് വിസ്മയ. പിന്നീട് കാണിക്കുന്നത് വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അശ്വതി ടേബിൾ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അമൃത വരികയാണ്. ഇന്ന് ഇവൾ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഉള്ളൂ എൻ്റെ ഒരു തിരിച്ചുപോക്ക്. തുടർന്ന് അശ്വതിയുടെ അടുത്ത് ചെന്ന് അമൃത ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നറിയാമോ? അറിയാം, ആദിത്യൻ സാറിന്റെ ഭാര്യയല്ലേ. എന്താ പേര് പറഞ്ഞതെന്ന് അമൃത ചോദിക്കുമ്പോൾ ജാസ്മിൻ എന്ന് അശ്വതി പറയുന്നു. അവിടെ ആ മ്യൂസിക് ഷോ നടക്കുന്ന സ്ഥലത്ത് എന്തിനാ വന്നതെന്ന് അമൃത ചോദിക്കുമ്പോൾ എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണെന്നും അതുകൊണ്ടാ വന്നതെന്നും അശ്വതി പറയുന്നു. ശരി, എങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ശ്രീകുട്ടിയെ കണ്ട് സംസാരിച്ചതെന്തിനാ? എനിക്ക് മോളോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുന്ന മോളോട് അമ്മയെപ്പറ്റി തന്നെ ചോദിക്കേണ്ടെന്ന് ഞാൻ കരുതി. ഇത് കേൾക്കുന്ന അശ്വതി ഒരു ഞെട്ടലോടെ അമൃതയെ നോക്കുകയാണ്. അതേസമയം അരുണും അങ്ങോട്ടേക്ക് വരുന്നു. എന്താ അമൃതേട്ടത്തി പതിവില്ലാതെ ഓഫീസിലെന്ന് അരുൺ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, വെറുതെ വന്നതാണെന്നും ഇവളെ അരുണിന് അറിയാമോ എന്നും അമൃത ചോദിക്കുമ്പോൾ അറിയാമെന്നും സ്റ്റാഫ് ആണെന്നും അരുൺ പറയുന്നു. അതേസമയം ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ആഹാ, അമൃതേട്ടത്തി പതിവില്ലാതെയൊക്കെ എന്താ ഓഫീസിലേക്കെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കും അറിയണമല്ലോ. ഞാൻ ഓഫീസ് കാര്യത്തിൽ അത്ര എഫിഷ്യൻ്റ് അല്ലെന്നാണല്ലോ അച്ഛനും അമ്മയും പറയുന്നത്. അപ്പോൾ ഏട്ടത്തിയെ ഓഫീസ് കാര്യങ്ങളെല്ലാം പഠിക്കാൻ വേണ്ടി മനഃപൂർവ്വമാകും ഇങ്ങോട്ടേക്ക് അയച്ചതെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. ഏട്ടത്തി, ഈ ഓഫീസ് കാര്യങ്ങളെല്ലാമേ അല്പം റിസ്ക് പിടിച്ചതാ. ഏട്ടത്തി വീട്ടിലേക്ക് പോകാൻ നോക്ക്. ആദ്യേട്ടന്റെ കാര്യമൊക്കെ നോക്കണ്ടേ? ഞാൻ എന്താണെങ്കിലും ഇവിടുത്തെ കുരിശെടുത്ത് ചുമലിൽ വെച്ചു. ഇനി ഞാൻ തന്നെ അത് നോക്കിക്കോളാം. ഏട്ടത്തി വീട്ടിലേക്ക് പോകാൻ നോക്കാൻ ഐശ്വര്യ പറയുന്നു. ഐശ്വര്യ ഡ്രൈവറിനെ വിളിച്ച് വരാൻ പറയുകയാണ്. അതേസമയം അശ്വതിയെ നോക്കിക്കൊണ്ട് അമൃത മനസ്സിൽ പറയുകയാണ്,
എന്റെ സംശയങ്ങളെല്ലാം സത്യമാണ്. ഇത് അശ്വതി തന്നെയാ. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. സമയം ഇത്രയായിട്ടും മോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് പറഞ്ഞു അരുന്ധതി വിസ്മയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അരുന്ധതി വിസ്മയെ തട്ടി വിളിക്കുമ്പോൾ വിസ്മയ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ? ഞാൻ നിന്റെ മമ്മി. ഇത് കേൾക്കുന്ന വിസ്മയ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ഞാനാ ഞാനാ ജയിച്ചത്. റിയാലിറ്റി ഷോയിലെ വിന്നർ ഞാൻ തന്നെയാ. കൃഷ്ണതുളസി ഞാനാ. കണ്ണന്റെ ശ്യാമയും ഞാൻ തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് വിസ്മയ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? മമ്മിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അരുന്ധതി പറയുന്നു. മമ്മി, ഞാൻ എല്ലായിടത്തും പരാജയപ്പെട്ടു. ഞാനിനി എന്തിനാ ജീവിക്കുന്നത്? ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് വിസ്മയ പറയുന്നു. പെട്ടെന്ന് വിസ്മയ വീണ്ടും ബോധം കെട്ട് വീഴുകയാണ്. എൻ്റെ ഈശ്വര, ഞാനിത് ആരോടാ പറയുക എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് അരുന്ധതി. തുടർന്ന് അരുന്ധതി ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അങ്ങനെ ഐശ്വര്യയെ വിളിച്ച് അരുന്ധതി കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അത് പേടിച്ചിട്ടായിരിക്കും. അവളൊന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകും. ഇപ്പോൾ ഐശ്വര്യയോട് സംസാരിച്ചപ്പോഴാ എനിക്കൊന്ന് സമാധാനമായതെന്ന് അരുന്ധതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അപ്പുവിന്റെ ആഗ്രഹം പറയാനായി ശ്യാം അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ശ്രീകുട്ടി പറയുകയാണ്, അപ്പുവേട്ടൻ എൻ്റെ കൂട്ടുകാരനാ. എനിക്ക് എന്താണെങ്കിലും പോകണം. മുത്തശ്ശി എന്നെ വിടണമെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അങ്ങനെ തോന്നുമ്പോൾ ശ്രീകുട്ടി ആരുടെയും കൂടെ വിടാനൊന്നും സാധിക്കില്ല. അത് ഐശ്വര്യയാണോ തീരുമാനിക്കുന്നതെന്ന് ആദി ദേഷ്യത്തോടെ ചോദിക്കുന്നു. അമ്മ സമ്മതിക്കണം. നാളെ ഓപ്പറേഷൻ നടക്കാൻ പോകുന്ന കുട്ടിയാണെന്ന് ആദി പറയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് വസുന്ധര. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.